ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. റാഗി ദോശ. നമ്മൾ അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റാഗി ദോശ ഉണ്ടാക്കുക, റാഗി കൊണ്ട് ഇഡലി ഉണ്ടാക്കുക എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ റാഗിപ്പൊടി ഉണ്ടായിരുന്നു. റാഗിയായിട്ടും ഉണ്ട്. റാഗി ഞാൻ കുറുക്കായിട്ട് കഴിക്കലുണ്ട്. അപ്പം റാഗിയായിട്ടും ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടിയായിട്ട് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് തീർക്കുക എന്നറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് അപ്പത്തിൻ്റെ ഒരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചു. ഇന്നലെ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാം. തീ ഇടയിൽ കൂടെ കയറി വന്നിട്ട് ജാതിപത്രിയൊക്കെ കരിഞ്ഞു പോകണം. മണം വന്ന് ഇവിടെ നോക്കിയത് നല്ല മണം, ജാതിപത്രി കരിയുന്നുണ്ട്. എന്താ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ മഴയുണ്ട്, മഴ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് അടുപ്പിൻ്റെ ചുവട്ടിലിട്ടേക്കുക. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തീ അധികമായിട്ട് വന്നാൽ കത്തിപ്പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ ഒന്നിൽ തീ പിടിച്ചാലേ മൊത്തം ഒറ്റ കത്തി അങ്ങ് പോകും. ഉണങ്ങിയും കൂടെ ഇരിക്കുവാണെങ്കിൽ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത സാധനമല്ലേ. ജാതിക്ക ആയി തുടങ്ങിയിട്ടുണ്ട്. സീസണാണിപ്പോൾ, മഴയൊക്കെ തുടങ്ങി ജാതിക്ക ആയിട്ടുണ്ട്. നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോൾ പോയിട്ട് ജാതിക്ക പറിച്ചിട്ട് വരണം. അപ്പോൾ ഇത് മിനിഞ്ഞാന്നത്തെയാണ്. ഇന്ന് ജാതിക്ക അത്യാവശ്യം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടാവും. ഈ വർഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടെന്താനും. നമുക്ക് നമ്മൾ 2 ദിവസമൊക്കെ എടുക്കാതെ താഴെ വീഴുന്നത് ജാതിക്കന്ന് അങ്ങനെ പൊട്ടി ചിലപ്പോൾ വീഴും, ജാതിക്ക മൊത്തത്തിൽ വീഴും. അങ്ങനത്തെ ജാതിപത്രി ഞണ്ടെടുത്തിട്ട് പോകും, കുറേ ഞണ്ട് തിന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ വിലയും കിട്ടത്തില്ല കേട്ടോ. കുറേ ചീയാനൊക്കെ തുടങ്ങും, മഴയും കൂടെ അല്ലേ. പിന്നെ വേഴാമ്പലുണ്ടെങ്കിൽ വേഴാമ്പൽ വന്ന് ജാതിക്ക എടുത്തിട്ട് പോകും, കഴിക്കും. 1-2 ദിവസം പോയിട്ട് ജാതിക്ക പറിക്കും കേട്ടോ. ജാതിയുടെ ഉള്ളിൽ കൂടെയൊക്കെ നിന്നാൽ പറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറേ പറിക്കും. പിന്നെ അമ്മ ജാതിയുടെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെ പറിക്കും കേട്ടോ. എൻ്റെ ഇടവഴി കയറാൻ ഇച്ചിരി പാടത്തി അടുത്തടുത്തടുത്തടുത്ത് കമ്പുകളായിരിക്കും. കുഴപ്പമില്ല കേട്ടോ, വിട്ടൊക്കെ വരുന്നുണ്ടേ. മറിച്ചിട്ട് നോക്കട്ടെ. നല്ല തീയാ. സാമ്പാർ വെക്കാനായിട്ട് പോവുകയാണേ. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, കഷ്ണമൊക്കെ തീരെ കുറവാണ്. കുഞ്ഞിനാണ് സാമ്പാർ നല്ല ഇഷ്ടമാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. വളരെ കുറവാണ് കഷ്ണങ്ങളെന്ന്. പച്ചക്കറി വാങ്ങണേന് ഒരുവിധം കഴിഞ്ഞു പച്ചക്കറിയൊക്കെ. അപ്പോൾ മൊത്തത്തിൽ ഒന്നും തീർന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പം നമ്മളല്ലാതെ കുറേശ്ശെ വാങ്ങി കുറേ പച്ചക്കറി ഇരിക്കും, മൊത്തം തീർക്കണം. പിന്നെ നമുക്ക് കറി വെക്കാനൊക്കെ ആണെങ്കിൽ ചെറിയൊരു സാമ്പാറേ വെക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ കറി കുറച്ച് നന്നായിട്ട് കടച്ചക്കയുണ്ട്, കടച്ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ട് കറി വെക്കാം. കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞ് സാമ്പാർ. ഇപ്പോൾ ഇവിടെ മഴയുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊത്തത്തിൽ മഴയൊന്നും പുതുതായിട്ടില്ല, വെയിൽ നന്നായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വെയിൽ തെളിയും, പിന്നെ മഴ പെയ്യും അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ കോടയുണ്ട്, എല്ലാം ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിട്ടോ ഇപ്പോൾ. മഴക്കാലം തന്നെയാണ്. തീ നന്നായിട്ടായി. നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു സമയത്താണ് മരുന്നൊക്കെ അടിക്കുക. കോട ഒരുപാടായി കഴിഞ്ഞാൽ കവുങ്ങിലെ അടയ്ക്ക ഫുള്ള് കൊഴിഞ്ഞു പോവും. നമ്മളതിന് മരുന്നടിക്കാറുണ്ട്. ഈ വർഷം നമ്മുടെ ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. പല്ലിയറയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ പല്ലിയറ കോട കുറവാണ് നമ്മുടെ ഇവിടുത്തെ അതുപോലെ കോടയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഗൂളിക്കടവ്, അഗളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലോട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോട കാര്യമായിട്ടില്ല, അവിടെ മരുന്നടിക്കലൊന്നുമില്ല. ഈ കോടയുള്ള സ്ഥലങ്ങളിൽ മാത്രം. അട്ടപ്പാടിയുടെ ഉള്ളേരിയകളുണ്ട്, അവിടെയൊക്കെയാണ് കൂടുതലും കോടയുടെ പ്രശ്നങ്ങളും കവുങ്ങും ഫുള്ള് അടയ്ക്ക കൊഴിഞ്ഞു പോകുന്നതൊക്കെ. ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ മരുന്നടിക്കുന്ന സമയം. പിന്നെ നമ്മുടെ ഈ ഭാഗം ജെല്ലിപ്പാറ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ, കാറയുടെ ജെല്ലിപ്പാറ എന്നൊക്കെ പറയും. ആ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല കോടയാണ്. പിന്നെ ചിറ്റൂരിൻ്റെ കുറേ ഉൾഭാഗങ്ങളുണ്ട്, അവിടെ നല്ല കോടയാണ്. അതൊക്കെ നേരത്തെ മരുന്നടിക്കും. നമ്മുടെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ സമാധാനം. ആ മഴയൊക്കെ അടുപ്പിച്ച് നിന്ന സമയത്ത് നമ്മൾ മരുന്നടിക്കാനും മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും പറ്റത്തില്ല. ആ സമയത്ത് കുറേ അടയ്ക്ക കൊഴിഞ്ഞു പോയിട്ടോ. കുറച്ച് അടയ്ക്ക തോട്ടം എടുത്ത് അച്ചയ്ക്ക് കുറച്ച് നഷ്ടമാവും തോന്നുന്നുണ്ട് ഈ വർഷം. ഇപ്പോൾ രാവിലെ ആ മഴ പെയ്യുവാണേ, നല്ലൊരു മഴ വരുന്നുണ്ട്. രാവിലെ മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ തോരും, പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മഴ തുടങ്ങും. അങ്ങനെയൊക്കെയാവും. പണികളൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സൈഡിൽ ദോശയാവുന്നുണ്ട്, ഒരു സൈഡിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേഗം റെഡിയാക്കട്ടെ.
നല്ലൊരു മഴ ഇപ്പം വന്നേക്കുന്നത്. ഇച്ചിരി കൂടെ പൊങ്ങുമായിരുന്നു, നല്ലായിരുന്നു മാവ്. അത്രയെങ്കിലും പൊങ്ങിയിട്ടില്ല, പക്ഷെ റാഗി ആയതുകൊണ്ട് മയമുണ്ട്. തണുപ്പും മഴയൊക്കെ ആയി നിന്നിട്ടേ ശരിക്കും പൊങ്ങിയിട്ടില്ല. പരിപ്പും കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് കുക്കറിൽ വെക്കും കേട്ടോ. പരിപ്പ് വെന്തോളും. അത് കഴിയുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. കുഞ്ഞ് എഴുന്നേറ്റെന്ന് പോയി നോക്കണം കേട്ടോ. കുഞ്ഞ് ഇന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതാണ്, ഇന്നാളെ എഴുന്നേറ്റിട്ടില്ല. മിക്കവാറും ഇപ്പോൾ എഴുന്നേൽക്കണ സമയം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ എഴുന്നേൽക്കും. ചിലപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും ദിവസം എഴുന്നേൽക്കും. എന്നിട്ടിപ്പം വട്ടം കറങ്ങാനൊക്കെ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് തിരിഞ്ഞൊക്കെ വന്ന് മുഖത്തൊക്കെ നല്ല ചവിട്ട് വെച്ച് തരാം. മുഖത്ത് മാന്തും. നമ്മൾ ഉറങ്ങാൻ സൂക്ഷിച്ച് നമ്മുടെ മുഖത്ത് നോക്കൂ കേട്ടോ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. മുഖത്തിങ്ങനെ മാന്തും, ഒച്ചയൊക്കെ വെക്കും. പിന്നെ നോക്കണം. ഇനിയിപ്പോൾ ദോശ ചുട്ട് കഴിയാറായി. സാമ്പാർ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അമ്മ പൊടികളൊക്കെ ചൂടാക്കി ചേർക്കും കേട്ടോ. അമ്മ പാത്രം കഴുകും, എന്തൊക്കെയോ പണിയിലാണ് ഉള്ളിൽ. റാഗിയുടെ ആ ഒരു ചെറിയൊരിതുണ്ട്, പിന്നെ പൊങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു. ഒരുപാട് മയമില്ല, കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. കടച്ചക്ക കണ്ടോ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിവിടെ വന്ന് പറിച്ചപ്പോഴേ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡ് ഫുൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു, നിറയെ കടച്ചക്ക ഉണ്ടായിരുന്നു. ഈ വർഷം നേരത്തെ മഴ ആയതുകൊണ്ടായിരിക്കണം താഴെയുള്ളതും പിന്നെ കുറേ ചീഞ്ഞ് വീണ് നിലത്ത് കൂടെയൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഒരു കടച്ചക്ക അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ, അത്യാവശ്യം മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാ ഈ കുഞ്ഞു ചക്കയാണേ, വലുപ്പവും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വെച്ച് നോക്കുമ്പോൾ എന്തേലും ഇതായിരിക്കണം, മഴയുടെയൊക്കെ ആയിരിക്കണം. നമുക്കൊരു ഇങ്ങനത്തെ ആണെങ്കിൽ ഒരു 2-3 വേണം കേട്ടോ. കുഞ്ഞിതാകുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു കറിക്ക് കിട്ടണമെങ്കിൽ ഒരു 3 വേണം. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ മൂത്തുവെന്നും തോന്നുന്നുണ്ടേ. കറ നോക്ക്, നല്ല കറയുണ്ട്. മുകളിൽ കൂടെയൊക്കെ കറയൊക്കെ ഒഴുകിയേക്കുക. കുറച്ച് ചക്ക പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കറി വെക്കാനുള്ളതും പിന്നെ വീട്ടിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുമാണ്. ഇവിടെ ഫുള്ള് ഞാൻ ചീഞ്ഞ് പോവുകയാണ്, ഇതൊന്നും ആരും പറിക്കണമൊന്നുമില്ല ഇവിടെ. അപ്പോൾ വലിയ വീട്ടിലോട്ട് 2-3 കൊടുത്തു വിടാം. കുറച്ച് കടച്ചക്ക പറിച്ചെടുത്തിട്ടുണ്ട്. കൂടുതലും കുഞ്ഞിതാട്ടോ, അത് എത്ര വലിപ്പമുള്ള കാര്യമുണ്ട്, കുഞ്ഞ കടച്ചക്കകൾ. അത് നമ്മളിനി പോവാട്ടോ, വീട്ടിലോട്ട് പോവാം. നമ്മളൊരു കുറച്ച് കടച്ചക്കയും കൂടെ പറിച്ചെടുത്തോട്ടെ, ഇത്രയും കൂടെ പറിച്ചെടുത്തേ. കുറച്ച് നമുക്ക് ഒരു 3 വേണം നമുക്ക് കറി വെക്കാനായിട്ട്. കുഞ്ഞത് വരെയുണ്ട് കേട്ടോ, തീരെ ചെറുത്. പിന്നെ 2-3 പല്ലിയാറ് വീട്ടിലും കൊടുത്തു വിടുന്നത് ആരും പറിക്കലില്ല, വെറുതെ ചീഞ്ഞ് പോവുകയാണ്. അപ്പോൾ കുറച്ച് പറിച്ചെടുത്തു. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുത്തു വിട്ടാൽ വീട്ടിൽ കറി വെക്കുക, അല്ലെങ്കിൽ പിന്നെ പണിക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ മരുന്നൊക്കെ അടിക്കുന്നതായിട്ട്, അപ്പോൾ തീർന്നോളൂ. അങ്ങനെ നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണേ. എനിക്ക് ഇഷ്ടമുള്ള കറി കേട്ടോ കടച്ചക്ക കറി. അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ കൊണ്ടുവന്നതിൽ വലിപ്പമുള്ള 2 ചക്ക കേട്ടോ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. ചെറുതൊക്കെ അവിടെ വെച്ചു, അത്യാവശ്യം വലുത് നോക്കി 2 എടുത്ത്. അപ്പോൾ 2 മതിയാവും. നല്ല കറിയുണ്ട്, ചക്കക്കറി. നമ്മളിപ്പോൾ തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ കറി വെക്കുകയല്ലേ. കുറച്ച് നേരമൊക്കെ വെച്ചാൽ കുറേ കറിയൊക്കെ അങ്ങ് പോകും. ഇത് അധികം നേരം ആവാത്തതുകൊണ്ട് നല്ല കറിയുണ്ട്. പിന്നെ ഈ കടച്ചക്കയൊക്കെ ഇങ്ങനെ കറി വെക്കുന്നത് കുറച്ച് നന്നായിട്ട് തോന്നിയേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നലുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കടയിലൊക്കെ ചിലപ്പോൾ എപ്പോഴേലും കൊണ്ടുവച്ച് പിന്നെ അവിടെ കിടന്നങ്ങനെ വാടില്ലേ. ഇങ്ങനെ കറി വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നും. കടച്ചക്ക നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് വേവിക്കാൻ വെക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. കടച്ചക്ക കറി വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ആദ്യം കടുക് വെക്കാം. വേവിച്ചെടുത്ത് കുക്കറിൽ വെച്ച്. വേവാൻ കുറച്ച് താമസമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വേവാത്തൊരു ടൈപ്പ് കടച്ചക്കയാട്ടോ. നന്നായിട്ട് നമ്മളല്ലെങ്കിൽ കുറച്ച് നേരം വേവിച്ച വേഗം നന്നായിട്ട് വെന്ത് വരില്ല, ഇതങ്ങനെ വരില്ല. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ പാകത്തിന് വേവാകും. കടുക് വറുത്ത് സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാവേ.
സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ചിക്കൻ മസാല ഇടുന്നുണ്ട്. മസാലയിലിട്ട് കടച്ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരുവിധം വെന്തതായിരുന്നു, പിന്നെ അങ്ങനെ കുഴയുന്ന പോലത്തെ ആ ഒരു സൈസ് കടച്ചക്കയല്ലേ. അപ്പോൾ ഇനി ഒരു ഇച്ചിരി വെള്ളമുള്ളൂ, ഇവിടെ ഒരു കുഴമ്പം പരുവത്തിന് നിൽക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് ചാറും ആവും. കറി ആയിട്ടോ, ഇറക്കി വെച്ച് ഒന്ന് ചൂടാക്കി, നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുത്തു. ഒരുപാട് തിളപ്പിച്ചില്ല തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടേ. ചെറിയൊരു തള വരുമ്പോഴത്തേക്കും ഒന്ന് ഇറക്കി വെച്ചു. ഇളക്കി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്, വേഗം കേട് വരാതിരിക്കാനൊക്കെയാണ്. ഒരുപാട് കറിയൊന്നുമില്ല കേട്ടോ, തീർന്നോളൂ ഇവിടെ വേഗം. മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ. മുരിങ്ങയില നമ്മൾ വെച്ച് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തോരൻ വെക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ട് കുറച്ച് തേങ്ങയുണ്ട്, അത് വേണേൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ മുട്ട അങ്ങനെ ഇട്ടിട്ട് അതിൽ മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. തേങ്ങ നോക്കട്ടെ, ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ മുട്ട ഒഴിക്കുന്നില്ലേ. കടുക് വറുത്തിട്ടുണ്ട്, തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട്, ഇച്ചിരി കാന്താരിയും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു. മഴ കയറുന്നുണ്ട് അപ്പോൾ പോയില്ല. പച്ചമുളക് കഴിഞ്ഞിട്ട് കാന്താരി ഇട്ട പച്ചമുളകിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൽ മുരിങ്ങയില ഇടുക. ചതച്ച് തേങ്ങയും കൂടി ഇടുവാണേ. മുരിങ്ങയില നന്നായിട്ട് ആയിട്ടുണ്ടേ. അപ്പോൾ 2-3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. നടുഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെയായിട്ട് ഒഴിക്കുന്നത്. മുള്ളൻ മീനും കൂടെ വറക്കാം കേട്ടോ. അതേ ചട്ടി തന്നെ കഴുകിയെടുത്തു, വേറെ ചട്ടിയൊന്നും എടുത്തില്ല. കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. ഈ ഉണക്കമീനൊക്കെ വറക്കുമ്പോൾ ഇതേപോലെ ഇട്ടാൽ നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി, വേറൊന്നും ഇടുന്നില്ലേ. പച്ചമുളക് സൈഡിൽ കൂടെയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, നടുക്കിടുന്നില്ല, കരിഞ്ഞു പോകും ചിലപ്പോൾ. പിന്നെ ഈ മീൻ വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ വേഗം ആവും കേട്ടോ. തിരിച്ച് മറിച്ചിടുമ്പോൾ പച്ചമുളക് ആയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് കൊടുത്താൽ മതി. എരിവ് ഇറങ്ങും കേട്ടോ, മീനിലോട്ട് കയറും ഒന്ന് പിടിക്കും. നല്ല ടേസ്റ്റ് പച്ചമുളകിൻ്റെ എരിവ് ഇറങ്ങി മീനിൽ പിടിച്ചാൽ. മീനായിട്ടുണ്ടേ, പിന്നെ ഇറക്കാൻ പോവുക. മുള്ളൻ മീൻ വറുത്തതും 2 മുളകിൻ്റെ കഷ്ണമൊക്കെ എടുക്കട്ടെ. അയ്യോ, മുളക് ഇടിച്ചത് കൊണ്ടേ, ഇന്നലെ ഇടിച്ച മുളകാണ്. നെല്ലിക്കച്ചാറിലോട്ട് നന്നായിട്ട് കാന്താരിയുടെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ കഴിക്കട്ടെ. മുളകടിച്ചതും ഇടിച്ച് കടച്ചക്കത്തോ കറിയൊക്കെ കൂട്ടി കഴിക്കട്ടെ.
കണ്ടത്തിൽ ജാതിക്ക് പറിക്കാനായിട്ട് വന്നതാണേ. കുറേ ജാതിക്ക് പൊട്ടി നിൽപ്പുണ്ട്. ഇങ്ങനെ പുറമേ നോക്കുമ്പോഴത്തേക്കും ജാതിക്ക് കാണുന്നില്ല കേട്ടോ, കാണുമില്ല. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാട്ടോ കൂടുതലും ജാതിക്ക. ഈ ജാതി തന്നെ നമ്മുടെ നാടനും ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് അങ്ങനെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നാടനാണെങ്കിൽ നിറയെ കായ ഉണ്ടാവും. നമ്മളല്ലാതെ വാങ്ങി വെക്കുന്ന തൈ, ബഡ് തൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. അതിൽ പക്ഷേ ഉണ്ടാകുന്ന പത്രിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കിട്ടും കേട്ടോ, തൂക്കം കിട്ടുന്ന അതാണ്, വലുപ്പം ഉണ്ടാവും കേട്ടോ. നാടിനാകുമ്പോൾ പത്രി തീരെ ചെറുതായിരിക്കും, പക്ഷെ നിറയെ കായ ഉണ്ടാവും. നമ്മളിവിടെ വെച്ചേക്കുന്നതൊക്കെ ഈ ബഡ് ചെയ്ത ജാതിത്തൈ വാങ്ങി വെച്ചേക്കുന്നതാണ്. ആദ്യം കുറച്ച് ജാതിത്തൈയൊക്കെ വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് വർഷങ്ങൾ മുന്നേ കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഇതായിട്ട് നിൽക്കുന്നത്. ഇതിൽ ആദ്യം 2 പ്രാവശ്യമായിട്ട് വെച്ച ജാതികൾ കായ്ച്ചിട്ടുണ്ട്. ഇത് വലിയ ജാതി ആദ്യം വെച്ച ജാതി കേട്ടോ. ഇതായിട്ട് ഇവിടെ ആദ്യം വെക്കുന്നത്. നമ്മുടെ ഈ കണ്ടം ആദ്യം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്, അപ്പോൾ കുറച്ച് ജാതിയോളൂ. അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിയ സ്ഥലമായിട്ട് നമ്മുടെ ഈ തോടിൻ്റെ സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കണ്ടം. അപ്പോൾ നമുക്ക് തോട്ടിൽ വെള്ളത്തിനും കാര്യങ്ങൾക്കൊക്കെ ആവും. പിന്നെ നമുക്ക് കുറച്ച് പറമ്പ് നമ്മുടെ കണ്ടത്തിനോട് ചേർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ജാതി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്ഥലമുള്ളിടത്ത് വേറെയും ജാതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാതിക്ക നിറയെ പൊട്ടി നിൽക്കുന്നുണ്ട്. മഴയത്ത് കിടന്ന് ചീഞ്ഞ് ഞണ്ടും തിന്ന് പിന്നെ വേഴാമ്പലൊക്കെ വന്ന് തിന്നിട്ട് മൊത്തം പോവും. ജാതി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. കുറേ നിലത്ത് കിടപ്പുണ്ട്, കുറേ മുകളിലായിട്ട് നിൽക്കുക, ഒരുപാട് പൊട്ടി നിൽക്കുന്നുണ്ട്. കമ്പി തന്നെ 3-4 ജാതിക്ക് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. തൊട്ടപ്പത്തേക്ക് അതൊക്കെ കൊഴിഞ്ഞു പോവുക. നല്ല കളറുള്ള നല്ല ജാതിക്കായിട്ട് ഉറുമ്പും കയറിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ. ഫുള്ളും ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പറിക്കട്ടെ കേട്ടോ. ഇനി കുഞ്ഞൊരു തോട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ജാതിക്കൊക്കെ പറിക്കാനായിട്ട്. ജാതിക്ക ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജാതിക്ക കിട്ടും. ഒരു സീസണുണ്ട്. ഇത് കഴിയുമ്പോൾ പിന്നെ 1-2 അങ്ങനെയൊക്കെ ആയിട്ട് അവളത്തൊരു സമയമുണ്ട് കേട്ടോ ജാതിക്കൊക്കെ. ഇപ്പോൾ ജാതിക്ക അത്യാവശ്യം മൂത്ത് വരുന്നൊരു സമയമാണ്, ജാതിക്ക ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇത്രയും ജാതിക്കയൊക്കെ കിട്ടുന്നത് കേട്ടോ. പറമ്പ് ഫുള്ള് നിറയെ ജാതിയും വലിയ ജാതിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇഷ്ടം പോലെ ജാതിക്കൊക്കെ കിട്ടും. പിന്നെ വേറുള്ള ഈ ഏലമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും പണി വരത്തില്ല കേട്ടോ. ജാതിക്ക് ഏലത്തിന് വിലയും കൂടുതലുണ്ട്, നല്ല പണിയുണ്ട് കേട്ടോ. നമ്മളൊരു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന പോലെ വേണം ഏലം നോക്കാനായിട്ട്. എത്ര ശ്രദ്ധിച്ച് ഇനി വളമൊക്കെ ഇട്ട് കൊടുത്ത് ശ്രദ്ധിക്കണം. ഇടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും പൊട്ടി നിൽക്കുന്നതേ ഒന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഇച്ചിരി പാടാ. പൊട്ടിയത് അത്യാവശ്യം നന്നായിട്ട് പൊട്ടി ചുവന്ന ഈ ജാതിപത്രി കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊക്കെ പൊട്ടി നിൽക്കുവാണെങ്കിൽ കാണാൻ പാടാം. ചാലിൽ കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ചാലിപ്പോൾ മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് വെള്ളമുണ്ട്. നമ്മൾ ഈ കണ്ടത്തിൽ ചാലെടുത്ത് വിടും കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ കണ്ടത്തിൽ എന്താണോ ഉള്ളത് അത് ഒരുപാട് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാലെടുക്കുന്നത്. ചാലെടുക്കുന്ന സമയത്ത് വെള്ളം അധികമുള്ളത് ഈ ചാലിയിൽ കൂടെ അങ്ങ് പൊക്കോളും. ഇത് കുഴിയുള്ള സ്ഥലമല്ലേ, അപ്പം അങ്ങനെ ഒഴുകി പൊക്കോളും. ബാക്കി ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ വാഴക്കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊന്നും ഒരുപാട് വെള്ളക്കെട്ട് കാരണം നാശമായി പോകത്തുമില്ല. അപ്പോൾ ഈ കണ്ടത്തിൽ മേൽമണ്ണിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ചാലിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി പോകട്ടെ. ഉറവയൊക്കെ ഉണ്ടാവും ഈ മഴയൊക്കെ ആകുമ്പോൾ, നല്ല വെള്ളം ഉണ്ടാവും കണ്ടങ്ങളിൽ. ഇതൊക്കെ ഒഴുകി അങ്ങനെ തോട്ടിലോട്ട് പോകും. മഴയുള്ള സമയത്താണെങ്കിലും അധികം വരുന്ന വെള്ളമൊക്കെ ഒഴുകി പൊക്കോളും, കെട്ടി നിൽക്കത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് കണ്ടം തെളിച്ച് വിടും കേട്ടോ. നല്ല കാടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കാടൊക്കെ ഒഴിച്ച്, പിന്നെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് ചിലപ്പോൾ ചാലൊക്കെ മൂടിപ്പോയിട്ടാവും, അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലിയറാക്കി വിടും. ജാതിപത്രി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം നമ്മൾ ഇതിൻ്റെ അത് കുറേ ഇങ്ങനെ ചെറുതായിട്ട് കേടുവരാനായിട്ട് മഴവെള്ളത്തിൽ കിടന്ന് മൂക്കാത്തയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ അടർത്തി ഒന്ന് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ വെള്ളമുണ്ട് കേട്ടോ. ഇതേപോലെ പൊട്ടാണ്ട് ഫ്ലവറായിട്ട് എടുക്കുക എന്ന് പറയും കേട്ടോ ഇതിനെ. ജാതിപത്രി രണ്ടും ഉണക്കണം. ഉണക്കി വേണം നമുക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ജാതിപത്രി ഉണ്ടല്ലോ, ഒരുപാട് ദിവസം നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല, വേഗം കുത്തിയത് നാശമായിപ്പോവും. ജാതിക്ക പിന്നെ ഇരുന്നോളൂ. നമ്മൾ ജാതിപത്രി ഒരുവിധം ആകുമ്പോൾ തന്നെ കൊടുക്കുക കേട്ടോ ചെയ്യുക. ജാതിപത്രിയൊക്കെ എടുക്കാൻ ഇവിടെ ആൾക്കാർ വരും. ഇവിടെ വരുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ കൊണ്ട് കൊടുക്കുകയോ ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ, ബാക്ക് സൈഡ് വരുമ്പോൾ അതെല്ലാം കൂടി കൂടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് പയ്യെ വിട്ടു പോരാത്ത പോലെ
മൊത്തത്തിൽ രണ്ടായിട്ട് വിട്ടു പോന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിന് വില കുറവായിരിക്കും കേട്ടോ. പൊടി ആയിട്ടാണെങ്കിൽ കൂട്ടുക, ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴാണ് വില കൂടുതൽ കിട്ടുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ജാതിപത്രി കൂടുതലും പൊട്ടാണ്ട് എടുക്കാൻ വേണ്ടി നോക്കുവേ. പിന്നെ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വെക്കുക ചെയ്യുക കൊടുക്കാൻ നേരത്തെ, ഇതിൻ്റെ കൂടെ വെക്കത്തില്ല. അപ്പോൾ അതിന് വില ഇച്ചിരി കുറവുമായിരിക്കും. ഈ മഴ സമയത്തൊക്കെയാണ് കേട്ടോ ബുദ്ധിമുട്ടേ ജാതിപത്രിയും ജാതിക്കയൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടി. നമ്മുടെ അടുപ്പിന് ചുറ്റും കണ്ടിട്ടില്ലേ കുറേ ജാതിപത്രിയും ജാതിക്ക, അതെപ്പോഴും ഉണ്ടാവും. അടുപ്പാകുമ്പോൾ അവിടെ ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഉണയും കിട്ടും. നമ്മൾ ഈ മഴയത്ത് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നാശമായി പോകത്തുള്ളൂ, പൂത്ത് കേടായി പോകത്തേ ഉള്ളേ. അടുപ്പിൻ്റെ ചുവട്ടിൽ നല്ല പുകയൊക്കെ വരുന്ന സൈഡിൽ കൂടെയൊക്കെ വരികയാണെങ്കിൽ പിന്നെയും വേഗം ഉണയും കിട്ടും. നമ്മൾ പിന്നെ പുക കുഴൽ വഴിയൊക്കെ പോകുന്നതുകൊണ്ട് ഇച്ചിരി ഉണങ്ങാൻ താമസമാണ്, കുഴപ്പമില്ല, ഉണങ്ങി കിട്ടും. ചില സമയത്ത് തീയൊക്കെ ഒരുപാട് കത്തിയാണ്, ജാതിപത്രിയൊക്കെ കത്തിയും പോകും കേട്ടോ. ചിരട്ടയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീ സൈഡിൽ കൂടെയൊക്കെ കയറി വരികയാണെങ്കിൽ ജാതിപത്രി കുറേ കത്തി അങ്ങനെ പോകും. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ജാതിക്കയൊക്കെ അടുപ്പിലും വീണ് കത്തിയും പോകും. ഇത് വെച്ച് കഴിഞ്ഞാൽ നോക്കണം, അതിപ്പോൾ മൊത്തം പോകും. അത് കുഴപ്പമില്ല, ജാതിപത്രി വേഗം ഉണയും കിട്ടും. കട്ടിയില്ലാത്ത സാധനം തൂക്കിയാൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് 1 കിലോ ആണെങ്കിൽ ഒരുപാട് വേണ്ടി വരും കേട്ടോ. ജാതിക്ക തൂക്കം കിട്ടും, വിലക്കുറവാണ്. ജാതിപത്രിക്ക് വില കൂടുതലേ. നമുക്ക് ഈ വർഷമായിട്ട് ഇത്രയും കൂടുതൽ കിട്ടുന്ന, കഴിഞ്ഞ വർഷം വരെ ഇത്രയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ചെറിയ ജാതിയൊക്കെ വെച്ചിരുന്നത് ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചധികം കിട്ടുന്നു. എല്ലാം തിരിഞ്ഞു കേട്ടോ, തിരിഞ്ഞ് എടുത്തു. കുറച്ച് കുരു ഇത്രയും ജാതിപത്രിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കവിടെ നിന്ന് ഉണക്കാനിടണം. ഉണക്കാനിടുമ്പോൾ ആദ്യം അവിടുത്തെ ജാതിപത്രി ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ജാതിക്കയും ജാതിപത്രി ഉണങ്ങിയതുണ്ടെങ്കിൽ മാറ്റണം, അല്ലെങ്കിൽ ഇത് രണ്ടായിട്ട് ഇടണം. ഉണങ്ങിയത് വേറെ, ഉണങ്ങാത്ത വേറെയൊക്കെ ആയിട്ട് ഇടണം. നമ്മുടെ മുറ്റത്തെ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വയലറ്റാന്ന് പറഞ്ഞതും അമ്മയും ഉണ്ണേട്ടനും മഞ്ഞയാന്ന് പറഞ്ഞ പാഷൻ ഫ്രൂട്ട്. പഴുത്ത് വന്നപ്പോൾ അത് വയലറ്റായിരുന്നു, നിറയെ പഴുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് പറിക്കാം. നമ്മളന്ന് മുറ്റത്ത് വള്ളി കയറ്റി വിട്ട പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാം പഴുത്തിട്ടുണ്ട്. മഴയൊക്കെ ആയിട്ട് അതിൽ ഓരോ പുള്ളിയൊക്കെ പിടിച്ചിട്ട് ആ പുള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ തോല് കേട് വരുന്നുണ്ട്. ഉള്ളിൽ പാഷൻ ഫ്രൂട്ടിന് ഒരു കേടുമില്ല. അതിൻ്റെ പാഷൻ ഫ്രൂട്ട് പുറത്തൊരു വെള്ള ഒരു കവർ പോലെ ഉണ്ടാവുമല്ലോ പുറമേ, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. പുറമേ ഉള്ള തോലിന് മാത്രം ഒരു കുത്ത് വന്ന് അവരിങ്ങനെ ചുളുങ്ങി വരികയാണ്, ഒരു കേട് പിടിച്ച പോലെ ആവുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് എല്ലാം കേടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ കൊഴിഞ്ഞ് വീണതുപോലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു കുഴപ്പമില്ല, നല്ല സ്മെല്ല് വ്യത്യാസം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പാഷൻ ഫ്രൂട്ട് കേട് വന്ന് സാധാരണ അങ്ങനെ മണമൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. ഇപ്പം നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട്, പിന്നെ പുള്ളിയും പാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ മഴയും സമയം കൂടെ ആകുമ്പോഴേ ആർക്കും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എല്ലാവരും പാഷൻ ഫ്രൂട്ട് കഴിക്കാനായിട്ട് ഇച്ചിരി മടിയാണ്. ഇത് എടുത്ത് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാലോ എന്ന് വിചാരിക്കുക. കുഞ്ഞിനൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും വെള്ളം കലക്കാൻ ആരെങ്കിലും വരുവാണെങ്കിൽ വെള്ളവും കലക്കാമല്ലോ. ഇതിലൊക്കെ ഈ പുള്ളിയും പാടും ഇതൊക്കെയാണേ. നന്നായിട്ട് പഴുത്തു. ഇപ്പോൾ ഇതൊക്കെ ഒരുവിധം പഴുത്ത് വരുന്നേ ഉള്ളൂ, ശരിക്കും നന്നായിട്ടങ്ങ് പഴുത്തിട്ടില്ല കേട്ടോ. ചെറിയൊരു പുളിപ്പുണ്ടാകും. പിന്നെ ഇത് മധുരമുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണ്, പുളി കുറവാണ് അതിന്. ഇതും കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ നല്ല കേടൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചിലതിൽ മാത്രം കേട്ടോ, കൂടുതലും അങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൽ മാത്രമേ നന്നായിട്ട് കിട്ടിയിട്ടുള്ളൂ. മഴ തുടങ്ങിയ പിന്നെയാണ് അങ്ങനെ ആയതും. ഈ ഇലയൊക്കെ പോയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത്, ആ ഭാഗത്ത് കുഴപ്പമില്ല, അവിടെയാണ് കുറച്ച് നല്ലതുള്ളത്. ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഈ സ്ഥലങ്ങളിലാണ് കൂടുതലും പാഷൻ ഫ്രൂട്ട് ഈ കുത്തും പുള്ളിയും പാണ്ടൊക്കെ വന്നതും. മാവിൻ്റെ നേരെ താഴെ അവിടെ ഇച്ചിരി വെളിച്ചം എന്താണോന്നറിയില്ല, ഒരു വ്യത്യാസമുണ്ട്. ഇതൊരുപാട് പഴുത്തിട്ടില്ല, പക്ഷേ ഈ പുള്ളിയും പാടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നിർത്തുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ പാഷൻ ഫ്രൂട്ട് ഈ മാവിലൊക്കെ കയറ്റി വിട്ടപ്പോൾ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ വവ്വാലൊക്കെ തിന്നിട്ട് പോകും, പിന്നെ നമുക്ക് തോട്ടി എത്തത്തില്ല, പറിച്ചൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. കുഞ്ഞ് അന്ന് ചെറുതാണ്, അപ്പോൾ ആളിപ്പം പാശം പൂട്ട് എന്ന് പറഞ്ഞിട്ട് നടക്കും. ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇങ്ങനെ എത്തി നോക്കും, ഏതെങ്കിലും മരത്തിൽ കളർ മാറിയതുണ്ടോ ഉണ്ടെങ്കിൽ പറിക്കാനൊക്കെ ആയിട്ടേ. പക്ഷേ അപ്പോൾ നമുക്ക് പറിക്കാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ഹൈറ്റായിരുന്നു. അപ്പോൾ അതാ ഇപ്രാവശ്യം വലയിട്ട് കൊടുത്തത്. അത് ഈ സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവരൊക്കെ കഴിക്കുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ. ആദ്യമായിട്ട് എന്നിട്ട് ഉണ്ടാക്കിയത് അന്ന് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കുടിച്ചു കേട്ടോ. 2 പ്രാവശ്യം ഞാൻ എന്നിട്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് വേഗം തന്നെ തീരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വരുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും അത് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കൊട്ടയിൽ കൂടുതൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടി കേട്ടോ. ഇനി കുറച്ച് പാഷൻ ഫ്രൂട്ട് അവിടെയുണ്ട്, നിറയെ പഴുത്ത്
ഒരേ സമയത്ത് തന്നെ പഴുത്തുകൊണ്ടേ ഇനിയിപ്പോൾ അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. ആ മഴയൊക്കെ ആകുന്നതിന് മുന്നേ കായ്ച്ചത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഓരോന്ന് അവിടെ ഇവിടെ ഓരോന്ന് വെച്ച് കായ്ക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പഴുത്ത് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മുകളിലും നമ്മൾ ആ കായ്ച്ച സമയത്തായിരുന്നു കയറ്റി വിട്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ അതിൽ അന്നുണ്ടായ കായൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അത് നമുക്കിതുകൊണ്ട് ഇനി ഇത് മുറിച്ചൊന്ന് കഴുകണം. പുറമെ കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ട്. കഴുകിയിട്ട് മുറിച്ച് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം. പാഷൻ ഫ്രൂട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് മുകളിൽ നിന്ന് കൊണ്ടുവന്നതാണേ. വലിപ്പമുണ്ട്, നല്ല കളറും ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ പാഷൻ ഫ്രൂട്ടിനെ പോലെ അത്ര കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇച്ചിരി കളറ് കുറവായിരിക്കുമേ. നമ്മുടെ താഴത്തേക്കാട്ടി മുകളിലത്തേനാട്ടോ നല്ല മണവും മധുരവും, നല്ലൊരു മണമുണ്ട്. താഴത്തെ പാഷൻ ഫ്രൂട്ട് കുഞ്ഞതുമാണ്, അത്ര പാഷൻ ഫ്രൂട്ടിൻ്റെ മണമില്ല കേട്ടോ. നല്ല മധുരത്തിന്. സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം, വെറുതെ കളയണ്ടല്ലോ. ഇത് മുകളിലത്തെയാണേ, ഇത് താഴത്തെ. മുറിക്കാം. ഇവിടെ വീട്ടിലേ ഓറഞ്ചൊക്കെ സ്ക്വാഷ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷൻ ഫ്രൂട്ടാണ്. അതിന് ആ മണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ മധുരവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ നല്ല കുടിക്കാനും നല്ലതാണേ. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇത് തന്നെ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്തതായതുകൊണ്ടേ കഴിക്കാൻ നല്ലതായിരുന്നു സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട്. ഇപ്പം തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഇനി പഞ്ചസാര ലായനിയൊക്കെ അത് ഒഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ആവും. ഇനി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലൊന്ന് കൊടുക്കണം, പല്ലിയറിയിലും. അവിടെ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ്. അവിടെ അവിടെ കൊടുക്കണം. പിന്നെ കുറച്ച് ഞാനെന്തായാലും മധുരം ഇട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനും കുറച്ച് അല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ട് മധുരം ഇടാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ജ്യൂസാക്കില്ല, വെറുതെ അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട്. കേടുപോലെയുള്ളതൊക്കെ എടുത്തു. ഉള്ളിലൊരു പ്രശ്നമില്ല കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് ആ തൊണ്ട് കേടുപോലെയുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു പ്രശ്നമില്ല. ഉള്ളിൽ ആ കേട് വന്നിട്ടേ ഇല്ല. ഉള്ളിൽ ആ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. എന്നാൽ പുറമേ നോക്ക്. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം ഇപ്പോൾ ഉണ്ടാക്കുന്നേ ഉള്ളേ. പിന്നെ ബാക്കിയുള്ളത് എടുത്തും വെച്ചിട്ടുണ്ട്. ശരിക്കും 2 കൊട്ടയോളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പാഷൻ ഫ്രൂട്ടേ. ഇനി കുറച്ച് എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പല്ലിയറയിലും കൊടുത്തിടും, കുറച്ച് നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കഴിക്കുകയും ചെയ്യാം. ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും ഞാൻ പിന്നെ തണുപ്പാണെങ്കിലും അങ്ങനത്തെ പാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അരിച്ചൊന്നെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ വലിയൊരു അരിപ്പ എടുത്തിട്ടുണ്ടേ. അതിലോട്ട് ആദ്യം ഒന്ന് കുറച്ച് ഒഴിക്കുക. മൊത്തം ഒഴിക്കാതിരിക്കുന്നു തോന്നുന്നു. മൊത്തം കൊള്ളും. ഇങ്ങനെ നന്നായിട്ടൊന്ന് അരിക്കാവേ. ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കുരു ഇങ്ങനെ പൊട്ടാത്തല്ലേ ഇരിക്കുക. അപ്പോൾ കുരു പൊട്ടി അതിൻ്റെ മുകളിലത്തെ ആ പാടയൊക്കെ പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജ്യൂസ് എല്ലാം പുറത്ത് കിട്ടണം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. കുറേ നമ്മൾ അരിച്ചെടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ ഒന്ന് മിക്സിയിൽ അരയ്ക്കുകയല്ല ചെയ്യുക, നമ്മൾ ബാക്ക്വേർഡ് ആക്കില്ലേ, അതേപോലെ ഒന്ന് കറക്കിയെടുത്തു. കുരു പൊട്ടാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുരു പൊട്ടൊന്നും വേണ്ട, പുറമേ ഉള്ള ആ ഒരു തോല് മാത്രം ഒന്ന് പൊട്ടിയാൽ മതി. ഇത് കുരു മാത്രമായിട്ടുണ്ട്. നമുക്കിത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കുരു ഞാൻ അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കുരു കിടക്കുന്ന നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട്. ബാക്കി ഇത് ഫുള്ള് അരിച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും വെള്ളവും എടുക്കാവേ. ഞാൻ അളവിന് ഈ ഒരു പാത്രമായിട്ടോ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവല്ല, ഏകദേശം നമുക്കതിൽ വരുമ്പോൾ അറിയാലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു അരപ്പാത്രം
അത്രയും ജ്യൂസാട്ടോ ഉള്ളത്. ഇപ്പോൾ അരപ്പാത്രം ആകുമ്പോൾ നമുക്ക് മുക്കാലാണ്, അര ഗ്ലാസ് ആണെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം എടുക്കണമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമുക്കൊരു ഇത്രയും വെള്ളം എടുക്കാം, അപ്പോൾ കറക്റ്റായല്ലോ. ഏകദേശം അത്ര തന്നെ പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഞാൻ അത്ര എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ സ്ക്വാഷ് എത്രയാണോ, അല്ല നമ്മുടെ ജ്യൂസ് എത്രയാണോ അത്രേ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. മധുരം കുറച്ച് കുറവായിരിക്കും. നോക്കാം. ഇതിലോട്ട് ഇടുവാണേ ഈ വെള്ളത്തിലേക്ക്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അത് ഈ കളർ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് ഇതിലോട്ട് ചേർക്കാനുള്ളത് തന്നെയാണ്. പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഇച്ചിരി നേരവും കൂടെ ഒന്ന് തിളപ്പിക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ, ആ പരുവത്തിൽ നമുക്ക് നമ്മൾ ജ്യൂസ് കൂടെ ഒഴിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളയ്ക്കുവാണെങ്കിൽ ആ ഒരു പരുവത്തിനാവും. അത്യാവശ്യം ഒന്ന് ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒരു കുറുകണ പോലെ ആവും കേട്ടോ. കുറുകുക എന്ന് പറയാൻ പറ്റില്ല, തണുത്ത് കഴിയുമ്പോഴാട്ടോ അത് കറക്റ്റ് ഭാഗമാവുക. ചൂടോടെ നോക്കുമ്പോൾ അങ്ങനെ അറിയില്ല. തിളച്ച് കഴിയുമ്പോൾ നമ്മളൊരു പിന്നെ ഒരു 3-4 മിനിറ്റും കൂടെ തിളപ്പിച്ചാൽ അത് പാകത്തിനാവുമേ. ഇത് നമ്മുടെ സ്ക്വാഷ് കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കുറച്ച് താഴെയും കുറച്ച് മേലെയൊക്കെ ആയിട്ടുണ്ട്. കുരു ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നമുക്ക് കുരു ഒന്നും ഇടാണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണേ. കുരു ഇട്ടാൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ആണെന്ന് വേഗം മനസ്സിലാവുകയും ചെയ്യും. പിന്നെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു കുരുവൊക്കെ അടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ടതാണേ. കുരു ഇടാണ്ട് ഉണ്ടാക്കിയാൽ പുറത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 3 കുപ്പിയുണ്ട്. ഒരു കുപ്പി പിന്നെ കഴുകി അതിൽ ഒഴിച്ചിട്ടില്ല. അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് സ്ക്വാഷൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചെടുത്തുണ്ടാക്കിയാൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. ഒരു കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് നമ്മൾ സ്ക്വാഷ് ഒഴിക്കുക. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കുക. അപ്പം നമുക്ക് മധുരം കൂടുതലിട്ട ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു മണമൊക്കെ കുറവായിരിക്കും കേട്ടോ. മധുരം കുറച്ചിട്ടാണെങ്കിൽ കുറച്ചധികം ഒഴിച്ച് സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. സ്ക്വാഷ് ഞാൻ എന്തായാലും നേരെ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. വേണ്ട സമയത്തേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുരുവും കൂടി ഇട്ടുകൊണ്ടും പിന്നെ വേറെ കാര്യം നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് തണുപ്പും ഉണ്ടാവും. പ്രത്യേകിച്ച് പിന്നെ വേറെ തണുത്ത വെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട, ഇത് തന്നെ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് തണുപ്പ് കിട്ടും. പിന്നെ പൊതുവേ ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടാകും. നമ്മുടെ വീട്ടിൽ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ തണുപ്പും കൂടെ ആകുമ്പോൾ ആവശ്യത്തിന് തണുപ്പാവും. ഇനി കുളിക്കാനായിട്ട് പോവുകയാണേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമുക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ണിയായിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബിൽ നമുക്ക് അയച്ചു തരുന്നതാണ്. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടണാണേ. നമുക്കിത് അപ്ലൈ ചെയ്യാനും ഒക്കെ കുറച്ച് താമസം വന്നിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ടും. പ്ലേ ബട്ടൺ നമുക്ക് കറക്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഡൽഹിയിൽ നിന്നാണോ അത് ഇനിയിപ്പം പുറത്തുനിന്നാണോ വരുന്നതെന്ന് അറിയില്ല. സംഭവം എന്തായാലും കൊച്ചിയിൽ വന്ന്, കൊച്ചിയിൽ നിന്ന് ഇത് കോയമ്പത്തൂർ പോയി, കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും അത് കൊച്ചിയിലോട്ട് പോയി. നമ്മുടെ അഡ്രസ്സ് കാണിക്കുമ്പോൾ അടുത്തുള്ള സ്ഥലം കോയമ്പത്തൂർ അങ്ങനെയാണ് വന്നത്. പാലക്കാട് കോയമ്പത്തൂർ നോക്കുമ്പോൾ കോയമ്പത്തൂരാണ് കാണിച്ചിരുന്നത് പറഞ്ഞിട്ട് കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിൽ നിന്ന് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും കൊച്ചിയിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച് അങ്ങനെയൊക്കെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും നമുക്ക് 10 ലക്ഷമായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. കിട്ടാൻ കുറേ വൈകിട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ. നമ്മുടെ ഫാമിലിയിൽ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പോഴാണ് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയത്. 10 ലക്ഷം ഒന്നും ആവുന്നു, അല്ലെങ്കിൽ 1 ലക്ഷം ആവുന്നു പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ചാനലിപ്പോൾ 10 ലക്ഷം കഴിഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് തുറന്നു. ഇതിൻ്റെ അകത്ത് എന്താ കുഞ്ഞാ? എന്താ പറ 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 എന്താ? സ്വർണം. നമുക്ക് കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡുണ്ട്. പിന്നെ നമ്മുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് നോക്കട്ടെ കുഞ്ഞാ. യൂട്യൂബിൻ്റെ സിഇഒയുടെ സൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട്. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ.
കുഞ്ഞിന് നോക്കടാ, കുഞ്ഞിന് അത് ഇഷ്ടപ്പെട്ടെ. അയ്യോ എന്താ? ആ സിലിക്ക ജെല്ല്, സ്വർണ്ണ കളർ, ഗോൾഡൻ പ്ലേ ബട്ടൺ. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഇത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ രണ്ടും ഒരേ സൈസാട്ടോ. നേരത്തെ ഗോൾഡൻ പ്ലേ ബട്ടൺ കുറച്ചുകൂടി സൈസ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിൽവറിൻ്റെ സൈസ് കുറച്ചു തോന്നുന്നു. നമുക്ക് തനു ജനിച്ചൊരു ഏകദേശം ഇതേപോലത്തെ ഒരു സമയത്താണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടണും കിട്ടിയത്. ജനിച്ച് ഒരു അടുത്ത സമയത്ത്, ഞാൻ പല്ലിയറയിൽ നിന്ന് വന്നിട്ടില്ല, ഞാനൊരു 5-5.5 മാസമൊക്കെ ആയപ്പോഴാണ് കുഞ്ഞിനെ അവിടെ നിന്ന് പല്ലിയറയിൽ നിന്ന് അന്ന് വന്നിരുന്നത്. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ സമയത്താണ് കിട്ടിയത്. എനിക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഋഷിക്കുട്ടൻ ജനിച്ച് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നതുകൊണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിട്ട് നമുക്കിത് കിട്ടുന്നത്. ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണ് ഗോൾഡനും സിൽവർ പ്ലേ ബട്ടൺ. ഇനി കൊണ്ടുപോയിട്ട് എടുത്ത് വെക്കണം, രണ്ടും അടുത്തെടുത്ത് വെക്കണം. ഉണ്ണിയേട്ടൻ പറയായിരുന്നേ, അവിടെ നമ്മൾ ചെറിയൊരു ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഏകദേശം 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായി സമയത്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒന്ന് മാത്രം ഇച്ചിരി വലുതായിട്ട് ചെയ്തായിരുന്നേ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ വെക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കറക്റ്റ് ആ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ സൈസും കുറച്ച് ഇപ്പോൾ അത് കറക്റ്റായിരിക്കും അവിടെ. ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാനിത് നേരത്തെ മനസ്സിൽ കണ്ടതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് രണ്ടും അവിടെ കൊണ്ടുവെക്കണം. തനുവിന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാനായിട്ട് കൊടുക്കട്ടെ. എന്തായാലും ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഞാൻ കുളിക്കാൻ പോണതിന് മുന്നേ കിട്ടിയതായിരുന്നു. എനിക്ക് എന്താ പറയുക, ഓപ്പൺ ചെയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്ന് അത് ഓപ്പൺ ചെയ്ത് വേഗം കുഞ്ഞിന് കഴിക്കാനായിട്ട് കൊടുക്കും. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ കൊടുത്ത് കിടത്തട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ തീരെ നാശമാക്കി ഇടുവാട്ടോ തന്നെയോടെ. എന്താ കുഞ്ഞ കാണിക്കണേ? എന്താ ചെയ്യണേ? എന്ത് ചെയ്യണ പറ. എന്തിനാ വെറുതെയോ? അതിന് വെറുതെ മുറിക്കണ്ടേ? ചെറുക്കനുള്ളിൽ കരയാനായിട്ടും തുടങ്ങിയിട്ടുണ്ടേ. ഉണ്ണേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയത് ഒന്നും പറയല്ലേ? ക്യാമറയുടെ പുറകിലുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഉണ്ണിയേട്ടൻ താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാൻ കൊടുക്കട്ടെ, അവനും പാല് കൊടുക്കണം. ഇനിയിപ്പോൾ പിള്ളേരെ ഉറക്കണം. അതൊക്കെ കഴിയുമ്പോൾ 10 മണിയാവട്ടെ. അപ്പോഴത്തേക്ക് പിന്നെ ഞാനും കിടക്കാൻ പോകും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അവിടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും വലിയൊരു താങ്ക്സും കൂടി കേട്ടോ.